Luke chapter 13 and verse 1 to 5. Luke chapter 13. Now there were some present at that time who told Jesus about the Galileans whose blood Pilate had mixed with their sacrifices. Jesus answered, "Do you think that these Galileans were worse sinners than all the other Galileans because they suffered this way? I tell you, no. But unless you repent, you too shall all perish. Or those 18 who died when the river in Siloam fell on them, do you think they were more guilty than all the others living in Jerusalem? I tell you, no. But unless you repent, you too will all perish." Two different incidents happened in that particular place. One is about the Galileans who were sacrificed along with the other sacrifices which usually is being done. It might be because of some Roman regulation which has been, detracted by these Galileans. ചിലപ്പോൾ ഗലീലിയക്കാരായ ചിലവർ നിയമപ്രകാരം റോമൻസിൻ്റെ ആ ഒരു പൊതുവായ അവസ്ഥകളെ തെറ്റിച്ചതുകൊണ്ടാകാം അവർ സാക്രിഫൈസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് അബൌട്ട് എ സിലോവാം ടവർ വിച്ച് ഫെൽ. 18 പേര് മരിപ്പാനിടയായി. Now the people come to Jesus in excitement saying about this incident, to make him known about it. കുറച്ച് പേര് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇത് വലിയ ഒരു സംഭവമായിട്ടൊക്കെ യേശുവിനോട് പറയുമ്പം യേശുവിൻ്റെ പ്രതികരണം ഒത്തിരി വ്യത്യസ്തമാണ്. ഇഫ് യു കുഡ് ലുക്ക് ഇൻ ടു വേഴ്സ് 5, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. See, does it have any relevance with the actual incident? എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, see, we usually tend to bring in lots of excitements in our life. നമ്മൾ ഒത്തിരി വാർത്തകളെ, നിസ്സാരമായ കാര്യത്തെ വേണമെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, വലുതാക്കി മാറ്റാനൊക്കെ പറ്റിയേക്കാം. അതിൻ്റെ പിന്നിലെ അന്തസത്ത മനസ്സിലാക്കാതെ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു സിനാരിയോ ആക്കി ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പങ്കുവെക്കുന്നൊരു പ്രകൃതമുണ്ടായേക്കാം. നമ്മൾ ഒരാളുടെ ചേതോ വികാരത്തേക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പലപ്പോഴും അവരെ വിരൽ ചൂണ്ടുന്നൊരു പ്രകൃതമൊക്കെ ഉണ്ടായേക്കാം. But here what is happening is, when you look further, from the verse 6 onwards up to 9, there is a parable given. What is the reason for them, to be called for repentance? എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത്? മുൻപോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗ്രഹിക്കാൻ പറ്റും. വായിച്ചാൽ. Then he told this parable. A man had a fig tree planted in his vineyard, and he went to look for fruit on it, but did not find any. So he said to the man who took care of the vineyard, "For 3 years now I've been coming to look for fruit on this fig tree and haven't found any. Cut it down. Why should it use up the soil?" "Sir," the man replied, "leave it alone for 1 more year, and I'll dig around it and fertilize it. If it bears fruit next year, fine. If not, then cut it down." See, here the man is Jesus Christ. Because there is no fruit, there is no fruit to be seen. ഈ മരത്തെ നിങ്ങൾ മുറിച്ച് കളയാൻ വേണ്ടിയാണ് മുകളിൽ നിന്നുള്ള വാക്കുകൾ, കമാൻഡാണ്. ബട്ട് ഇടയ്ക്ക് ഒരുവൻ നിന്ന് പറയുകയാണ്, 1, 2, 3 വർഷം ഇനിയും ചിലപ്പോൾ ഒന്ന് ഫലം കായ്ച്ചേക്കാം എന്ന് വെച്ച് നിർത്തിയിരിക്കുന്നൊരു അനുഭവം. ഇഫ് വി ആർ നോട്ട് ഹാവിങ് ഫ്രൂട്ട്സ് ഓഫ് റിപ്പൻറ്റൻസ്, നമ്മളെയും കൂടെ ഉന്മൂലനം ചെയ്യാൻ, നശിപ്പിച്ച് കളയാൻ ദൈവം ഇച്ഛിക്കുന്നവനാണെന്നാണ് ഇതിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. വി ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് ഫ്രൂട്ട് ഓഫ് റിപ്പൻറ്റൻസ്. നമ്മൾ ജീവിക്കുന്നുണ്ട്, ആർക്കും ദോഷകരമായി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ഗുണകരമായ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായേക്കാം. ബട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് ഗോഡ് ഇസ് സം വാട്ട് മോർ ഹൈ. കുറച്ചുകൂടെ ഉയർന്ന എക്സ്പെക്റ്റേഷനാണ് നമ്മളെക്കുറിച്ചുള്ളത്. സി, ഇഫ് യു റീഡ് Matthew chapter 3 and verse 8, it is the words uttered by John the Baptist. യോഹന്നാൻ സ്നാപകൻ പറയുന്ന വാക്കുകളാണ്, ശ്രദ്ധിച്ചാൽ. Produce fruit in keeping with repentance. Produce fruit in keeping with repentance.
ഒരാളിൽ റിപ്പൻറ്റൻസ് ഉണ്ടായാൽ ഏറ്റവും പ്രാമുഖ്യമുള്ളൊരു ഘടകമാണ് വൺ ഹു ഇസ് ഇൻ ക്രൈസ്റ്റ്. ഒരുവൻ ക്രിസ്തുവിലായാൽ ആദ്യമായിട്ട് അവനിൽ വെളിപ്പെടേണ്ട കാര്യം അവനിൽ റിപ്പൻറ്റൻസ് ഉണ്ടാകണം. റിപ്പൻറ്റൻസ് വൺ തിങ് വിച്ച് കനോട്ട് ബി ഈസിലി അവോയ്ഡഡ് ഓർ ഇവേഡഡ്. അതിനെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ഘടകമല്ല. റിപ്പൻറ്റൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എവിഡൻറ്റ്, മാനിഫെസ്റ്റഡ് വിത്ത് എ ഫ്രൂട്ട് വിച്ച് വി ബെയർ. നമ്മളിലത് ഫ്രൂട്ടായിട്ട് വെളിപ്പെടും. ദാറ്റ്സ് വാട്ട് ജോൺ സേസ്, പ്രൊഡ്യൂസ് ഫ്രൂട്ട് ഇൻ കീപ്പിംഗ് വിത്ത് റിപ്പൻറ്റൻസ്. എന്തുകൊണ്ടായിരിക്കും? തൊട്ടടുത്ത വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റീഡ് വേഴ്സ് 9. And do not think you can say to yourself, we have Abraham as our father. I tell you that out of these stones God can raise up children for Abraham. See, അവർക്ക് എബ്രഹാം അവരുടെ പിതാവായിട്ടുണ്ടെന്നുള്ള ആൻസിസ്റ്ററലായിട്ടുള്ള ഫാമിലി ട്രഡീഷണൽ വൈസ് എന്തോ പ്രൈഡൊക്കെ നമ്മളിൽ ഉണ്ടായി വരാൻ എപ്പോഴും സാധ്യതയുണ്ട്. ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടതാണ്, ഈ പശ്ചാത്തലത്തിലുള്ളതാണ്, എൻ്റെ കുടുംബത്തിൽ അവരൊക്കെ ഉണ്ട്. ഈ ഭാവങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രകടമാകുന്നത്. That even for a marriage in Tiruvalla, and a sister was there from a different church. Many times she was saying about her son getting the top mark in a particular school. ഏതാണ്ട് സ്കൂളിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയത് 3-4 പ്രാവശ്യം പല വിധത്തിൽ അവർ പറയാൻ ശ്രമിച്ചു. ഇതൊരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ആ കുടുംബത്തിൽ ഒരു വേറൊരു വിഷയത്തിൻ്റെ പുറത്ത് പ്രയാസമുണ്ട്, പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഇതവർ പറയുന്നുമില്ല. ഞാൻ പറഞ്ഞത് എവിടെയൊക്കെയോ നമ്മളിൽ കിടക്കുന്ന എന്തോ ഒരു പ്രൈഡ്. അതാ ഞങ്ങൾക്ക് യഹൂദന്മാരുടെ പൊതുവായൊരു പ്രൈഡായിരുന്നു, ഞങ്ങൾക്ക് എബ്രഹാം പിതാവായിട്ടുണ്ട്. ഡു വി ഹാവ് എനി സോർട്ട് ഓഫ് പ്രൈഡ് ഇൻ us ഏതെങ്കിലും ഒരു കാര്യത്തിൽ? അറിയാതെ കിടക്കുന്നതാകാമേ. നമ്മുടെ വാക്കുകളൊക്കെ നമ്മളതിനൊന്നും ശ്രദ്ധിച്ചാൽ പിന്നെ മനസ്സിലാകും. ചിലതൊക്കെ നമ്മൾ ഒത്തിരി ധരിപ്പിക്കാൻ ശ്രമിക്കും. somehow or the other I am doing this, my family is this. ഇവിടെ എന്തുകൊണ്ടൊക്കെയോ നമ്മൾ don't be doing that, my dear ones. We are talking about repentance ആണ്. Producing fruits of repentance. നമ്മളിൽ repentance ഉണ്ടെങ്കിൽ it has to be there with the fruit. ഇവർക്കെല്ലാം പറ്റിയ പാളിച്ച, യഹൂദന്മാർക്ക് അവർക്ക് നല്ല പങ്കം പറ്റിയ പാളിച്ച, അവർ ദൈവത്തിൻ്റെ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരാ. ബട്ട് യൂഷ്വലി they won't be acknowledging God for that. ഇതിന് പ്രാമുഖ്യം കൊടുക്കേണ്ടത് മൊത്തം ദൈവത്തിനാ. സത്യമല്ലേ? Joyce has given her testimony, it is good, but then let me tell you, all through the testimony, God is not the one to be portrayed. കർത്താവ് തന്നതാ, കർത്താവിനാൽ സംഭവിച്ചതാ, അല്ല അതിൻ്റെ പ്രാമുഖ്യം എന്തുകൊണ്ട്? അപ്പൊ ചുരുക്കത്തിൽ നഥാനിയ മോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആര് തന്നതാ? ഇറ്റ് ഇസ് ഗിവൺ ബൈ ഗോഡ്. ആ കുഞ്ഞിന് പ്രാമുഖ്യമുള്ളതിനേക്കാൾ പ്രാധാന്യം ദൈവത്തിനല്ലയോ ഉള്ളത്? വെരി ഓഫൺ വി ഫർഗെറ്റ് ദാറ്റ്. അതൊക്കെ നമ്മൾ അങ്ങ് മറക്കുന്നൊരു പ്രകൃതമാണ്. ഡോണ്ട് ബി ഹാവിങ് ദാറ്റ് ക്യാരക്ടർ. അങ്ങനെ ഉണ്ടാകരുത്. അതുകൊണ്ടാ ഇത് ആരോടാ താനീ പറയുന്നത്? ജോൺ ദ ബാപ്റ്റിസ്റ്റ്, you would see that തൻ്റെ അടുക്കൽ സ്നാനപ്പെടാൻ വരുന്നവരെ താൻ സംബോധന ചെയ്യുന്നത് എന്താ? യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്, സർപ്പസന്തതികളെ. നോക്കിക്കോ, അവരെ വിളിക്കുകയാണ്. വിധേയത്വത്തിൽ എത്രയോ പേര് ഇത് കേട്ടിട്ടും വരാൻ താല്പര്യപ്പെടാതിരിക്കുമ്പോൾ അവരോട് പറയുക, യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് ആണ്. മൈ ഡിയർ വൺസ്, നമ്മളെ ശരിക്കും കർത്താവിനെ കാണുമ്പോഴേ നമ്മളിലൂടെ എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് തൻ്റെ നാമമാണ് എന്നൊരു ബോധ്യം വന്നാലേ, ഐ ടെൽ യു, ഗോഡ് വിൽ ഓണർ യു. ഒന്നിലും നമുക്ക് സത്യത്തിൽ പുകഴാനില്ല. വാട്ട് ഈസ് ദെയർ വിത്ത് us? വാട്ട് ഈസ് ദെയർ? ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്. എത്രയോ പ്രഗത്ഭന്മാർ, പ്രശസ്തന്മാർ, പ്രാപ്തന്മാർ ഏതൊക്കെ വിധത്തിൽ ശ്രമിച്ചു നോക്കി. മൈക്കിൾ ജാക്സൺ താൻ പരിശ്രമിച്ചു നോക്കി ഏതെങ്കിലും വിധത്തിൽ തൻ്റെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ നാളുകളോളം എത്രയോ പൈസ ചെലവാക്കി നോക്കി. ശ്രീമതി ലതാ മങ്കേഷ്കർ എത്രയോ ശ്രമിച്ചു നോക്കി. സോൾ ഗോൺ. നോ, പിന്നാമുറയിലേക്ക് അവരൊക്കെ മറഞ്ഞുപോയി. മനുഷ്യൻ്റെ അസ്തിത്വം ഇത്രയേ ഉള്ളേ. എപ്പോഴും നമ്മുടെ ലൈഫിൽ ഓർക്കേണ്ടത് ഇതാണ്. വി ഡോണ്ട് നോ ഇഫ് വി വിൽ ബി ഹിയർ നെക്സ്റ്റ് വീക്ക്. ഒരുറപ്പ് നമുക്കില്ല. ഉണ്ടെങ്കിൽ സന്തോഷം, കർത്താവിന് സ്തോത്രം. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലെ കർത്താവിൻ്റെ കരമുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. ഡോണ്ട് ബി forgetting that. I was just, with a time frame, I would like to stop. Genesis chapter 27 and verse 35.
You're looking into a part of repentance where we need to repent. 35. Isaac said, yeah. But he said, your brother came deceitfully and took your blessing. Now, Isaac says about his son, Jacob, to his brother. Ara Jacob and the brother? Who is the brother of Jacob? Esau. Esau. When he comes to Isaac, Isaac says that your brother has come to me and Took your blessing. yeah. Is it right? 27:35. Yeah. Your brother came with subtlety, deception, തന്ത്രപൂർവം വന്നിട്ട് അവൻ എന്നിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റി. One word which I noticed is in many other versions it is deceive. Again, we read further in 36 what Esau said about Jacob. Esau said, isn't he rightly named Jacob? He has deceived me these 2 times. He has deceived me എത്രയാ? 2 times. അപ്പനെ ഒരു പ്രാവശ്യം കളിപ്പിച്ചു, സഹോദരനെ 2 പ്രാവശ്യം കളിപ്പിച്ചു. And you know the word meaning of Jacob? ജേക്കബിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്താ? പേരിന്റെ അർത്ഥം ജേക്കബ് ചതിയൻ എന്നാണ്, കണ്ണിങ് എന്നാ. നോക്കിക്കോണേ, പേര് പോലെ തന്നെയാ. That's what, he took away my birthright. ഒന്ന് എൻ്റെ birthright, ജ്യേഷ്ഠാവകാശം താൻ എടുത്തുകൊണ്ട് പോയി. മറ്റൊന്ന് അപ്പനിൽ നിന്നുള്ള അനുഗ്രഹവും താൻ എന്തോ ചെയ്തു, തന്ത്രപൂർവം കുശാഗര ബുദ്ധിയോടെ താൻ കൈവശമാക്കി. 2 times he deceived. And you look into the history of Jacob, what happened with Jacob later on? He was deceived by his uncle Laban. തൻ്റെ സ്വന്തം അങ്കിളും പിന്നത്തേതിൽ അമ്മായിയപ്പനുമായ ലാബാനിൽ നിന്ന് തനിക്ക് ഇതുപോലെ തന്നെ ലഭിപ്പാനിടയായി. നമ്മൾ കൊടുക്കുന്നത് അതുപോലെ നമുക്ക് തിരികെ കിട്ടുമേ. ഡോണ്ട് ബി ഫോർഗെറ്റിംഗ് ദാറ്റ്. നമ്മൾ എന്തു കൊടുക്കുമോ കറക്റ്റ് അതുപോലെ നാളുകളിൽ. there is a verse, Galatians chapter 6 and verse 7. Do not be deceived. God cannot be mocked. A man reaps what he sows. See, the man reaps what he sows. Correct. നമ്മൾ സ്നേഹം വിതയ്ക്കുമോ സ്നേഹം കൊയ്യും. പരോപകാരം വിതയ്ക്കുമോ പരോപകാരം കൊയ്യും. ദയ വിതയ്ക്കുമോ ദയ കൊയ്യും. നമ്മൾ എന്താ ചെയ്യുന്നത് കറക്റ്റ് ഇറ്റ് ഫോർ ടാറ്റ് ആണ്. യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ബാക്ക്. See, Jacob is a good example. But fortunately somewhere he repented. എവിടെയോ ചെന്നപ്പോൾ തനിക്കൊരു റിപ്പൻറ്റൻസ് ഉണ്ടായി. We know that story. The whole night, shore of Jabbok, what he did is that തന്നെ രാത്രി മൊത്തം എന്തോ ചെയ്തു, ദൈവത്തോട് മല്ല് പിടിച്ചു. അക്ഷരീയമായ മൽപ്പിടുത്തമല്ലേ, കരഞ്ഞു നിലവിളിച്ചു. You need to bless me, oh God. You need to bless me, oh God. ഞാൻ വിടത്തില്ല, അങ്ങേ വിടത്തില്ല. കരച്ചിലാണ്, നിലവിളിയുണ്ടായി. What we could see is that this particular name, ഇവൻ ഈ പേര് കൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അവനെ ആൾക്കാർ എങ്ങനെ കാണും? ചതിയെന്നേ അവനെ കാണത്തുള്ളൂ. His name got changed to Israel. My dear ones, ഈ ഡിസീവിങ് പ്രകൃതം നമുക്കുണ്ടോ? ചിലവർ ഭയങ്കര തന്ത്രപൂർവ്വം ഇടപെടുന്ന സ്വഭാവമുണ്ട്. ഇങ്ങനെ തന്ത്രമാണ്. നമുക്ക് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് തോന്നിയേക്കണോ വി ആർ വെരി മച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നൊക്കെ അങ്ങ് തോന്നിയേക്കാം. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ലൈക്ക് ദാറ്റ്. വി നീഡ് ടു ബി നോയിങ് അബൌട്ട് അവർ സെൽവ്സ് ഇൻ ട്രൂത്ത്. നമ്മളെക്കുറിച്ച് നല്ല ഉള്ളതുപോലെ നമ്മൾ അറിയണേ. ഈ തന്ത്രമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ അത് കുതന്ത്രമായിട്ട് മാറും. And he would reciprocate accordingly. വരാതെ സൂക്ഷിക്കണം. No, fortunately he repented. അതുകൊണ്ട് തനിക്ക് ഒരു ഭാവി ഉണ്ടാകാൻ ഇടയായി. Again we look into another personality or the whole of the family fold in Genesis chapter 37 and verse 8. His brother said to him,
Do you intend to reign over us? Will you actually rule us?" And they hated him all the more because of his dream And what he they hated him all the more because of his dreams and for his words. സഹോദരനായ ഒരുവൻ യോസേഫ് ഒരു സ്വപ്നം കണ്ടു. ഇത് താൻ നിഷ്കളങ്കമായിട്ട് വന്ന് തൻ്റെ സഹോദരങ്ങളോട് പങ്കുവെച്ചു. സഹോദരങ്ങളോട് പങ്കുവെച്ചപ്പോൾ കേട്ട മാത്രമല്ല അവർക്ക് മനസ്സിലായി, ഇത് അവർ നാളുകളിൽ they have to be submissive to their brother. ആ ഡ്രീം അങ്ങനെയാണ് കാണിക്കുന്നത്. ഒറ്റ കാരണം കൊണ്ട്, ഒരു മനസ്സുകൊണ്ട് they started hating him. നമുക്കങ്ങനെ വരാറുണ്ടോ? ആരെങ്കിലും നമ്മളെക്കാളും ഉന്നതമായൊരു നിലവാരത്തിൽ വന്നു എന്നൊക്കെ കാണുമ്പോഴേ നമുക്ക് ആ ബുദ്ധിമുട്ട് ആൾക്കാരോട് തോന്നുമോ? Again and again, let me tell you, don't be thinking that it is not for me. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരും, ഇത് എന്നോടൊന്നും ഉള്ള ദൈവശബ്ദം ഒന്നുമല്ല, ഇറ്റ് ഈസ് മെന്റ് ഫോർ സംബഡി എൽസ് എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാകും. അങ്ങനെ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഗോഡ് വിൽ നെവർ ടോക്ക് ടു us. വി ആർ ഓൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഹ്യൂമാനിറ്റിയാണ്. നമ്മൾ ഈ മനുഷ്യ വർഗത്തിൽപ്പെട്ടതാകുമ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിലൂടെയൊക്കെ പോകുന്ന ഭാവങ്ങളാണ്. വി ആർ നോട്ട് അലൂവ് ഫ്രം ദാറ്റ്. ഇതിനേക്കാളും വ്യത്യസ്തരായി ഒരു ഏഞ്ചലിക് ലെവലിലൊന്നും നിൽക്കുന്നവരല്ല നമ്മളൊന്നും. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അസ്. ഹെയ്റ്റ് ഉണ്ടായി സ്വന്തം സഹോദരങ്ങളോടാണ്, സ്വന്തം സഹോദരങ്ങൾക്ക് തന്നോട്. ആൻഡ് ഇറ്റ് വെന്റ് ഓൺ ഫർദർ. തീർന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഹെയ്റ്റ്. Again we read in the next verse, he had another dream. Verse 9. He had another dream and he told it to his brothers. "Listen," he said, "I had another dream, and this time the sun and moon and 11 stars were bowing down to me." When he told his father as well as his brothers, his father rebuked him and said, "What is this dream you had? What is this dream you had? Will your mother and I and your brothers actually come and bow down to the ground before you?" His brothers were jealous of him. See, his brothers were jealousy ഉണ്ടായി കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഉൾമനസ്സിൽ കിടക്കുന്നതാണ്. എൻ്റെ കുഞ്ഞ് ജാനറ്റ് മോള് 10th ബോർഡ് എക്സാം എഴുതുകയാണ്. ദ റിസൾട്ട്സ് ആർ ഔട്ട്. എക്സാമ്പിളാണ് ഞാൻ ഈ പറയുന്നത്. റിസൾട്ട്സ് ആർ ഔട്ട്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ റിസൾട്ടിനേക്കാളും മറ്റുള്ള കുഞ്ഞുങ്ങളുടെ റിസൾട്ട് അറിയാനാണ് എനിക്ക് താല്പര്യം തോന്നുന്നതെങ്കിൽ, ഇനി അത് അറിഞ്ഞപ്പോഴേ ഞാൻ ഗ്രഹിച്ചത് എൻ്റെ കുഞ്ഞിനേക്കാളും നല്ല റിസൾട്ട് മറ്റൊത്തിരി കുഞ്ഞുങ്ങൾക്ക് കിട്ടി എന്ന് വരുമ്പോഴേ എൻ്റെ ശരിക്കുമുള്ള പ്രതികരണമുണ്ടല്ലോ, ഇറ്റ് ഷോസ് വേർ ഐ ആം. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാനൊക്കെ പറ്റുമോ? മൈ ഡിയർ വൺസ്, സി, ഇപ്പോൾ ഏതൊക്കെ ഭാവങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് വൺ അബൌട്ട് ജേക്കബ്. സി, ഞാൻ നിങ്ങളും കൂടെ ഒന്നൊന്ന് പങ്കുചേരണേ. ഐ മീൻ ഇറ്റ് ഇസ് സോ ഈസി ഫോർ അങ്ങനെ ഇരിക്കുന്നു. ഒന്ന് ആർ യു റിയലി അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്? ഇത് കേൾക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് നിയർ ടു അവർ പ്ലേസ്, ഇൻ അവർ നേറ്റീവ് പ്ലേസ്, ദർ വാസ് എ 21 days ഫാസ്റ്റിംഗ് പ്രെയർ. ഭയങ്കര ഫയർ, എല്ലാവരും ഫയറിലാണ്. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഓൺ ദി 21st day, ഫൈനൽ ഡേ, ഇറ്റ് വാസ് എ സൺഡേ വന്നൊരു ദൈവദാസൻ വന്ന് ചോദിച്ചു, നിങ്ങൾ ഈ കഴിഞ്ഞ 20 ദിവസങ്ങളിൽ കേട്ട വചനത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം ഒന്ന് ഓർമ്മയുണ്ടെങ്കിൽ, ഒത്തിരി പേര് ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചതാണ്, ഒന്ന് പങ്കുവെക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോഴേ രസകരമായ സംഭവം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് സമയം തരാം, നിങ്ങളുടെ സമയമെടുത്തിട്ട് ഒന്ന് ഓർത്ത് വരാൻ പറഞ്ഞു. ഒത്തിരി പേർക്ക് ഒന്നും ഓർമ്മയില്ല. നമ്മുടെ ഉള്ളിൽ വചനം കയറിയാലേ പ്രയോജനം ചെയ്യത്തുള്ളേ. ഫസ്റ്റ് വൺ വാസ് ഡിസപ്ഷനാണ്. സെക്കൻഡ് വൺ വാസ് ഹെയ്റ്റഡാണ്. തേർഡ് വൺ ജലസിയാണ്. ഈ 3 കാര്യങ്ങളൊക്കെ പ്രത്യക്ഷത്തിലൊന്നും അങ്ങനെ കാണാൻ കഴിയുന്നതല്ലെങ്കിലും ഇറ്റ് കുഡ് ബി ദേർ within us. It could be there with us. Hallelujah. His brothers were jealous of him or they envied him. അതുകൊണ്ട് എന്തോ പറ്റി? പിന്നത്തേതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സംഭവിപ്പാനിടയായി. ബട്ട് ലുക്ക് അറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോസഫ്. എത്ര വ്യത്യസ്തനാണ്.
whenever I go through that particular passage of Joseph meeting these brothers after a long time, കുറേ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരങ്ങളെ കാണുന്നതിനെ സംബന്ധിച്ച് ഞാൻ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ മൊത്തം പൊട്ടും. വാട്ട് ജോസഫ് ഡിഡ്? അനേക വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരങ്ങളെ മിസ്രൈമിൽ വെച്ച് കണ്ടപ്പോഴേ വാട്ട് ഹി ഡിഡ്? He went and wept bitterly. നോക്കിക്കോ, തന്നെ പൊട്ടക്കിണറിലിട്ടു, അതിന് മുമ്പേ കൊല്ലാൻ തീരുമാനിച്ചു, പിന്നെ പൊട്ടക്കിണറിലിട്ടു, പിന്നെ പൊക്കിയെടുത്തിട്ട് വേണ്ട, അത് വേണ്ട, നമുക്കങ്ങ് വിറ്റേക്കാം, സ്ലേവായിട്ട് വിറ്റുകൊടുത്ത അതേ സഹോദരങ്ങളെ കണ്ടപ്പോൾ തൻ്റെ മനസ്സ് കണ്ടു എത്ര ക്ലീനാണ്. ആരുടെങ്കിലുമൊക്കെ ദോഷത്തിൽ, നഷ്ടത്തിൽ നമുക്ക് അവരോട് സഹതാപം തോന്നാതെ ഇതൊക്കെ വന്ന് ഭവിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ somewhere we need to have repentance വേണം കേട്ടോ. Just don't be thinking that being part of the church, ആരാധനയിൽ പങ്കാളിത്തമുണ്ട്, നന്നായി ടൈത്ത് കൊടുക്കുന്നുണ്ട്, അതിനപ്പുറം കൊടുക്കുന്നുണ്ട്, it's not enough. Again we look into another characters in Acts chapter 5 and verse 3. Then Peter said, Ananias, how is it that Satan has so filled your heart that you have lied to the Holy Spirit and have kept for yourself some of the money you received for the land? Okay, next verse. Didn't it belong to you before it was sold? And after it was sold, wasn't the money at your disposal? What made you think of doing such a thing? You have not lied to men, but to God. You have not lied to men, but to Ananias and Sapphira കുറിച്ചുള്ള ഭാഗമാണ്. What they did is that they had a position, they sold it, they brought all the money which they got out of it, keeping some apart, കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അന്ന് അവർ കാണിക്കുന്നത് ഹിപ്പോക്രസി, they are showing as if they are dedicating the whole money to the apostles. ഇത് ഷോയാണ്. നമ്മൾ ചിലതൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ that's what Holy Spirit says through Peter, that you are not lying to men but to God himself. നമ്മൾ കളവൊക്കെ പറയുന്നൊരു പ്രകൃതമുണ്ടോ somewhere? Maybe because of your responsibility of your job or whatever it is, ഏതെങ്കിലും കളവ് പറയുന്നൊരു പ്രകൃതമുണ്ടോ? Again, Lord tells us to have repentance in that. ചിലൊത്തിരി ഒഴുകി പറയുന്നവരാണ്, അത് കളവാന്ന് വരത്തുമില്ല, അപ്പോൾ തന്നെ കളവുമാണ്. എവിടെ പോന്നു? ചുമ്മാ അതൊന്നും ഞങ്ങളുടെ നാട്ടിലെ ശൈലിയാണ്. ഞങ്ങൾ പത്തനാപുരത്തൊക്കെ രാവിലെ ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുക. And what it shows is that they are going somewhere to a distant place. പക്ഷെ അവരത് പറയത്തില്ല, പരിജ്ഞാനം കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേട്ടാൽ അവർക്ക് ചിലപ്പം നമ്മളോട് ബുദ്ധിമുട്ട് തോന്നിയാലോ അസൂയ തോന്നിയാലോ എന്നൊക്കെയാണ് അവർ പൊതുവെ പറയുന്നത്. എവിടെ പോകാൻ നിൽക്കുക? എനിബഡി ഹൂ വുഡ് see that they would understand that ഇവരെവിടെയോ ദൂരെ പോവുക, but they would say ചുമ്മാ അതൊന്നും അപ്പുറത്ത് വരുന്നു പോവാം. Don't be saying this ചുമ്മാ ചുമ്മി and all. നേരായിട്ടൊക്കെ സംസാരിച്ച് പഠിക്കുന്നതാണ് നല്ലത്. എന്തുവാ ഇത്രയും ഹൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താ നമ്മുടെ ലൈഫിലുള്ളത്? ചിലവരോട് പറയുന്നതിലൊക്കെ സൂക്ഷിക്കണം, that is fine. But otherwise, don't always be having the same habit. That is what they did. Ananias and later on Sapphira also was caught in the same manner. കളവ് പറഞ്ഞു. Not only ഒരിടത്ത് രണ്ടു വന്നു, ഹോളി സ്പിരിറ്റിനും ദൈവത്തിനും എതിരായിട്ട് കളവ് പറഞ്ഞു. Don't be saying that. എവിടെയോ നമ്മുടെ ബ്ലെസ്സിങ് മുടങ്ങിക്കിടപ്പുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ. Some sort of blessings have been held up for this reason. ഈ കളവ് പറയുന്ന സ്വഭാവം, ഒഴുക്കി പറയുന്ന സ്വഭാവം, ഉഴപ്പി പറയുന്ന സ്വഭാവം. I know in my spirit I can really discern that I am talking to someone. ഇതിനകത്തിരിക്കുന്ന ചിലവരോടൊക്കെ ഹോളി സ്പിരിറ്റ് ഇങ്ങനെ അറിയിക്കുന്നുണ്ട്, ഈ ഭാവങ്ങളൊക്കെ ഒന്ന് മാറി വരണം. Hallelujah. And again,
Acts of Apostles chapter 8 and verse 10. And all the people, both high and low, gave him their attention and exclaimed, "This man is the divine power, known as the great power." This man is a divine power or a great power. Who is that man? Simon the sorcerer. Now we know the picturesque background of that particular story. What had happened is that, Philip went to that city, Samaria, and he started doing wonders. Miracles and signs were happening over there. Even before that, there was a man called Simon. The people feared him for the reason that he said to be some great power of God. They feared him. But later on, the following got disrupted and the people started following Philip the evangelist. Philip the evangelist. And so many came to Christ during those times. Even Simon the sorcerer, when we read in verse 13, Simon himself believed and was baptized. Simon himself believed and was baptized. Let me tell you, the problem with belief and baptism is also an issue. ഒത്തിരി പേര് ഇന്നത്തെ ഒരു കാലയളവിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് സ്നാനപ്പെടുത്താമെന്ന പൊതുവായൊരു പഠിപ്പീര്, which is wrong. You look into Acts chapter 2 and verse 38. What does Peter say? ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വന്നപ്പോൾ പീറ്റർ എന്തുവാ പറഞ്ഞത്? Peter replied, "Repent and be baptized." Repent and be baptized. ഒത്തിരി വ്യത്യാസമുണ്ട്. വിശ്വാസം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വാധീനത്തിൻ്റെ പുറത്ത് അവർ വിശ്വസിക്കും. ഈ വാക്കിൽ എൻ്റെ സ്വാധീനത്തിലാണ് വിശ്വസിക്കുന്നത്. It is not their faith in Jesus Christ. അങ്ങനെ ആയിരുന്നെങ്കിൽ this Simon the sorcerer, he also believed and he took baptism. When we read further what had happened with him, read verse 18. When Simon saw that the Spirit was given at the laying on of the apostles' hands, he offered the money and said, "Give me also this ability, so that everyone on whom I lay my hands may receive the Holy Spirit." Now Peter and John, hearing that so many wonders are happening out there, miracles are happening in that place, they came to that particular region. Now what happens with them is that when they started laying off their hands, people started getting Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒത്തിരി പേർക്കുണ്ടായി വന്നപ്പോൾ സൈമൺ, the same man who has got baptized, താൻ പറയുകയാ, നിങ്ങൾക്ക് എനിക്കും കൂടെ ഈ ശക്തി ഒന്ന് കൈമാറാൻ കഴിയുമോ? I will give you money. I'll give you. Was there a really time repentance happened in him? Repentance തനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായില്ല. What happens in the next verse? Peter answered, "May your money perish with you, because you thought you could buy the gift of God with money. You have no part or share in this ministry." You have no part or share with this ministry. Because your heart is not right before God. Because your heart is not right with God. നോക്കിക്കോണേ, ദൈവസന്നിധി നിന്റെ ഹൃദയം ശരിയല്ല. നീ ബാപ്റ്റിസം എടുത്തൊക്കെ ശരിയാ, പക്ഷെ നിന്റെ ഹൃദയം ശരിയായിട്ടില്ല. My dear ones, we need to be careful with it. Just because we have taken baptism, so many have not gone through that first step of repentance. ആദ്യത്തെ പടി റിപ്പൻറ്റൻസ് ആണ്. ശരിക്കും അതുണ്ടാകാതെ വിശ്വാസത്താലൊക്കെ വന്നു എന്ന് പറയപ്പെടുമ്പം സംവേർ this man who also took baptism based on the belief he had, but then when the apostles came, they said, "No, your heart is not right with God." Yeah, read further. Repent of this wickedness. Repent of this wickedness. And pray to the Lord. And pray to the Lord. നിന്റെ ഹൃദയം ശരിയല്ലാത്ത ഹൃദയം കൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, റിപ്പന്റ് ചെയ്യണം, മാനസാന്തരപ്പെടണം. Yeah. Perhaps he will forgive you. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. Perhaps God, your creator, ചിലപ്പം താനെ എന്തോ ചെയ്യും, നിന്നെ forgive ചെയ്തേക്കാം. My dear ones, what about our heart? Is it right with God? എവിടെയെങ്കിലും അകത്ത് മാലിന്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടോ? ആരോടെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, പ്രയാസം, നീരസം, അകൽച്ച, അടുക്കാൻ കഴിയത്തില്ല, സംസാരിപ്പാൻ ബുദ്ധിമുട്ടാണ്. We are not free, my dear ones. As a servant of God, I need to tell you that we need to have a repentance for that. Repentance ഉണ്ടായി പറ്റൂ.
Repentance is a must. And again, we read in verse 24. Then Simon answered, Pray to the Lord for me, so that nothing you have said may happen to me. നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും എന്നിൽ വന്ന് ഭവിക്കാതിരിക്കേണ്ടതിനായി എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമേ. He understood that he never had a repentance in his life. നമ്മളൊക്കെ പലതും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? നല്ല ഉദ്ദേശമാണോ? മോട്ടീവ് ഇസ് റൈറ്റ് ടു വാട്ട്? ചിലവരോടൊക്കെ ഉള്ള കോമ്പറ്റീഷന് വേണ്ടി പലതുമൊക്കെ പിടിച്ചെടുക്കാൻ നാം ശ്രമിക്കുന്നവരാ. ഡോണ്ട് ബി ഹാവിങ് ദാറ്റ് മെൻറ്റാലിറ്റി. കർത്താവേ, ഇതെനിക്ക് അനിവാര്യമാണ്, എനിക്ക് തരികയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിലൊക്കെ ചെന്നിട്ട് നമുക്ക് എന്തും ചോദിക്കാൻ, സ്തോത്രത്തോടു കൂടെ ചോദിക്കാൻ കഴിഞ്ഞേക്കാം. ബട്ട് ഗോഡ് ഹു നോസ് അവർ മോട്ടീവ് എപ്പോഴും സൂക്ഷ്മമായിട്ട് നമ്മളെ നിരീക്ഷിക്കുന്നവനാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇൻ ജെറമിയ ചാപ്റ്റർ 15, 17 to 19, what we read is, it's a word of Jeremiah. ജെറമിയയുടെ വാക്കുകളാണ്. I never sat in the company of revelers, never made merry with them. I sat alone because your hand was on me. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. ജെറമിയ തന്നെ കുറിച്ച് പറയുകയാണ്. അപ്രകാരമുള്ള അനാവശ്യമായിട്ടുള്ള കൂട്ടത്തിൽ ഒരിക്കലും ഞാൻ പോയിട്ടുള്ളവനല്ല. ഓക്കെ. I sat alone because your hand was on me, and you had filled me with indignation. നീ നീരസം കൊണ്ട് എന്നെ നിറച്ചിരിക്കുന്നു. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിന്റെ നീരസം എൻ്റെ മേലുണ്ട്. നെക്സ്റ്റ് വേഴ്സ്. Why is my pain unending and my wound grievous and incurable? എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നത് എന്ത്? ജെറമിയായുടെ ചോദ്യമാണ്. ബീയിങ് എ പ്രൊഫറ്റ്, ബീയിങ് എ സെർവന്റ് ഓഫ് ഗോഡ്, തൻ്റെ ചോദ്യം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് വന്ന് ഭവിക്കുന്നത്? Will you be to me like a deceptive brook, like a spring that fails? നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? എപ്പോഴും അങ്ങനെ ആയിരിക്കുമോ? ഒന്നും കിട്ടാതെ, എൻ്റെ വരൾച്ച മാറാതെ, എൻ്റെ ക്ഷീണം മാറാതെ, ഒന്നും കിട്ടാതെ വണ്ണമുള്ള തോട് പോലെ നീ എനിക്ക് വേണ്ടി നിൽക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ള ഗദ്ഗതം താൻ അറിയിക്കുക. What is the next verse? What God says? 19th verse. Therefore this is what the Lord says. This is what the Lord says to Jeremiah the prophet. If you repent, I will restore you. See, ജെറമ്യാവിനോട് പറയുകയാണ്, if you repent. എല്ലാവിധത്തിലും വേർപാട് അനുഷ്ഠിച്ച ജെറമ്യായുടെ ദൈവം പറയുക, if you repent. അപ്പം നമുക്ക് റിപ്പൻറ്റൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇഫ് ജെറമ്യ ദ പ്രോഫറ്റിനോടൊക്കെ ദൈവത്തിന് അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ, ഹൗ മച്ച് മോർ വുഡ് ഹി സ്പീക്ക് ടു അസ്? അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. What is the next part? If you utter worthy, not worthless words, you may be my spokesman. അപ്പോൾ എന്തുവായിരിക്കും തന്നിലുള്ളൊരു അഭാവം? എന്തായിരിക്കും? ഇവിടെയോ അധമമായിട്ടുള്ള വേർത്ത്ലെസ് ആയിട്ടുള്ള വാക്കുകൾ പലപ്പോഴും തന്നിൽ വരുന്നുണ്ടായിരിക്കണം. That's the reason why. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ, being a servant of God, he is a spokesperson, spokesman of God. പക്ഷെ തൻ്റെ വായിൽ നിന്ന് എന്തോ വരാറുണ്ട്? എവിടെയോ അധമമായിട്ടുള്ളത് വരുന്നത് നീ ഒഴിവാക്കുകയാണെങ്കിൽ, ഇനി നിന്റെ നാവിൽ നിന്ന് വരേണ്ടത് എന്താ? ഉത്തമമായിട്ടുള്ളത്, worthy ആയിട്ടുള്ള things. If it comes through your mouth, you would be my spokesman. My dear ones, നമ്മുടെ വായിലെ വാക്കുകളൊക്കെ എങ്ങനെയുണ്ട്? ആർക്ക് കേട്ടാലും ഇഷ്ടം തോന്നുമോ? നമ്മൾ താല്പര്യമുള്ളവരോട് സംസാരിക്കുന്നതിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. ഡോണ്ട് ബി തിങ്കിങ് ഇൻ ദാറ്റ് ടേംസ്. ദാറ്റ് വി ഓൾവേസ് ടോക്ക് ഗുഡ്. അല്ലാതെ എവിടെങ്കിലുമൊക്കെ നമ്മുടെ പ്രൈവറ്റ് കോൺവെർസേഷൻ about someone, what do we really talk? Do we think that God is not watching that? ദൈവത്തിന് അതൊന്നും അറിയാനോ കേൾക്കാനോ കഴിയത്തില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടോ? പക്ഷേ ഏത് മറവിലാണെങ്കിലും, വാട്ട് എവർ വി സ്പീക്ക്, ദിസ് വേർഡ് അധമമായിട്ടുള്ളത് ഒഴിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ, ആരെക്കുറിച്ച് നമുക്ക് ദോഷം ചെയ്യുന്നവരാകാം, നമ്മെ വേദനിപ്പിക്കുന്നവരാകാം, നമ്മളെ മുറിവേൽപ്പിക്കുന്നവരാകാം, അവരെ സംബന്ധിച്ച് പോലും നെഗറ്റിവിറ്റി ഒക്കെ പറഞ്ഞു പോകാതെ, ലെറ്റ് മീ ടെൽ യു, ഗോഡ് ഇസ് ദേർ. ആരെന്ത് ചെയ്താലും ദൈവം ഒരു സമയം വരുമ്പം പ്രതികരിക്കും. വി ഡോണ്ട് ഹാവ് ടു ടേക്ക് ദ റോൾ ഓഫ് എ ജഡ്ജ്
Let God do that. The last part of it is, Let this people turn to you, but you must not turn. no, it is enough. It is enough. We will go further to Acts chapter 3 and verse 19. Repent then and turn to God, so that all your sins may be wiped out, that times of refreshing may come from the Lord. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് റിഫ്രഷിംഗ് ടൈംസ് വുഡ് ബി കമ്മിങ്. ദൈവത്തിൽ നിന്ന് നമുക്ക് അപ്രകാരമുള്ളൊരു സമയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു റിപ്പന്റ്, റിട്ടേൺ ടു ദ ലോർഡ്. കർത്താവിലേക്ക് മടങ്ങി ചെല്ലണം. ചെന്നാലേ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ കാലമുണ്ട്, സ്വസ്ഥതയുടെ ഒരു കാലമുണ്ട്, അനുഗ്രഹത്തിൻ്റെ ഒരു കാലമുണ്ട്. ദാറ്റ്സ് വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സീസ്. മടങ്ങി ചെല്ലണം. മടങ്ങി ചെല്ലുന്നൊരു സ്വഭാവം ഉണ്ടാകണം. We might have noticed that, John the Baptist, when he comes, he starts preaching about repentance. Repent, for the kingdom of heaven is near. തൻ്റെ തുടക്കം അങ്ങനെയാണ്. യേശു ക്രിസ്തു എങ്ങനെയാണ് തുടങ്ങിയത്? യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വാക്കുകൾ റിപ്പൻറ്റ്, ഫോർ ദി കിങ്ഡം ഓഫ് ഹെവൻ ഈസ് നിയർ. മാനസാന്തരപ്പെടുക. എന്തുകൊണ്ടാ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടണം. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? മാനസാന്തരപ്പെടണം. Isaiah chapter 30 and verse 15. This is what the sovereign Lord, the Holy One of Israel says. In repentance and rest in your salvation, in quietness and trust is your strength, but you would have none of it. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. See, our salvation depends on repentance and rest. And again, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. നമുക്കൊരു വിശ്രമം, ദൈവത്തിലുള്ളൊരു ആശ്രയം, ഇതുണ്ടെങ്കിൽ we would be strengthened by God. There is no other way out. ദൈവത്തിൽ ആശ വെക്കുന്ന, ദൈവത്തിൽ സമർപ്പിതരായി ദൈവമുഖത്തേക്ക് നോക്കി സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ നിർത്താനാണ് ദൈവം നമ്മെ സംബന്ധിച്ചിരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല, നമുക്ക് മനസ്സാകണം. ഇറ്റ് ഇസ് അപ് ടു us. If we are ready to take it, you would be blessed. If not, God is not the author of that. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, നമ്മുടെ പക്കലിരിക്കുക. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. Repentance brings in salvation. Repentance brings in deliverance. We need to look unto our own heart with a requisition from Holy Spirit to help us find where do we stand, about our attitudes, about the words which we utter. Is it really one which God would love to hear? Or else we need to have repentance. If we are envious of anybody, if we hate someone, if we have the deceptive mind, if our heart is not right with God, something is there which is closeted in us, not disclosing to anyone. God knows it. If we are really surrendering with whatever be the condition, God is there to help us. And when He starts helping, when we start seeking, He starts helping. And His help is enough for our survival, for our future, for the blessings, for the issues which we are going through. Hallelujah.
ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മയൊക്കെ സ്പർശിച്ച് നമുക്ക് മാന്യത കൽപ്പിച്ച് ശുദ്ധമായ ഹൃദയമുണ്ടെങ്കിൽ അതിനെ ഹല്ലേലൂയ ആ ഉള്ളറകളിലായിട്ടുള്ള വേദനിക്കുന്ന നമ്മുടെ വിഷയങ്ങളുടെ പുറത്ത് ഹൃദയം ശുദ്ധമാണെങ്കിൽ ദൈവത്തിൻ്റെ മറുപടി കാണുവാൻ ഹല്ലേലൂയ നാളുകൾ വൈകത്തില്ല എന്ന് പരിശുദ്ധ നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ ദൈവത്തിന് നമ്മെ നന്നായിട്ടറിയാം, തനിക്ക് മറവായിട്ടൊന്നുമില്ല. വലിയവനായ ദൈവത്തിൻ്റെ മുൻപിലായി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. I would request Madhu sir if he could pray and conclude this meeting.